പറഞ്ഞതിരിക്കട്ടെ. അങ്ങനൊന്നും എന്റെ മോളോട് സംസാരിക്കരുത്. അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. സന്ദർഭം വന്നാ പറയുമായിരുന്നു. അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അവളൊരു ഭ്രാന്തിയായിരുന്നെന്ന് മോനെന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്കെന്നെ നെഞ്ചു പൊട്ടുന്നപോലെ തോന്നി. ശരിയാ, അവളൊരു രോഗിയായിരുന്നു. മോനറിയോ, 8 മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു. ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലുയർന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തലേന്ന് രാത്രി പന്തലിൽ മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്നോ കൊണ്ടുവന്ന മെഷീൻ കേടായി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുമായിരുന്നു. ദീപയുടെ ഉടുപ്പ് ഇസ്തിരിയിടാൻ വേണ്ടി മീര സ്വിച്ചിട്ടു. എന്റെ മോക്ക് അറിയില്ലായിരുന്നു പിൻവശത്തെ മുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആളുകളുടെ നിലവിളി ബഹളം കേട്ട ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവള് കാരണം അവിടെ അച്ഛൻ മരിച്ചെന്നറിഞ്ഞപ്പോ അവള് കരഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അവിടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരുന്നു. ഒരു മനോരോഗിയെ കെട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പേര് വിടുകയില്ലേ? ഈ വീട്ടിൽ ഓരോ മുറിയിലും അവളുടെ അച്ഛനുണ്ടെന്ന് അവൾ പറയാറ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സ് വരാത്തത് അതുകൊണ്ടാ മോനെ.